ഹലോ, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. ഇമ്മച്ചിയുടെ സ്പെഷ്യൽ അൽഫാം റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയോ ഒരു 3 ടേബിൾ സ്പൂണോളം തൈരും കൂടി ആഡ് ചെയ്തതിന് ശേഷം ചിക്കൻ പീസ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ പീസ് ഇതുപോലെ വീഡിയോയിൽ കണ്ട പോലെ ജസ്റ്റ് ഒന്ന് വരട്ടെടുത്താൽ ഒന്നും കൂടി മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും ഉള്ളിലേക്കൊക്കെ. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മല്ലിച്ചപ്പും അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിനായിട്ടുള്ള മുളകും ഒരു 7 അല്ലി വെളുത്തുള്ളിയും ചെറിയ ജീരകം കുരുമുളക് പൊടി ഗരം മസാല എന്നിവ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇതിലേക്ക് ചിക്കനിലേക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു മുട്ടയുടെ വെള്ളം അതിലേക്ക് ഒഴിച്ചെടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതിന് ശേഷം ഒരു മണിക്കൂറെങ്കിലും ഇത് ചുരുങ്ങിയതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇത് ഒരു മണിക്കൂറിന് ശേഷം എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഞാനിത് റെഡിയാക്കി എടുക്കുന്നത് എയർ ഫ്രയറിലാണ്. എയർ ഫ്രയറിലേക്ക് ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം ഓരോ ചിക്കൻ പീസായിട്ട് ഇതുപോലെ വെച്ചെടുക്കാം. അപ്പം ഞാനിത് എയർ ഫ്രയറിലേക്ക് വെച്ചെടുത്തിട്ടുണ്ട്. 200 ഡിഗ്രി ടെമ്പറേച്ചറും 15 മിനിറ്റുമാണ് ഞാൻ ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു 10 മിനിറ്റ് ആയതിനു ശേഷം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഓയിൽ ജസ്റ്റ് ഒന്നിതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാം. സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്നും കൂടിയും എയർ ഫ്രയറിൽ വെച്ചിട്ട് 5 മിനിറ്റും കൂടിയും വേവിച്ചെടുക്കാം. അപ്പം ഞാനിത് 5 മിനിറ്റിന് ശേഷം തുറന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടുത്തതായിട്ട് ഇത് മറിച്ചിട്ടതിന് ശേഷം 15 മിനിറ്റും കൂടി അപ്പുറത്തെ ഭാഗം കൂടി വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലാണ് നമ്മളിപ്പോൾ ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബായ്.